ഹലോ വെൽക്കം ടു സാറാഷ് വേൾഡ്. അപ്പോൾ നമ്മൾ കുറേ ആയിട്ട് ഒരു ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളത് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ കൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ലോങ് വീഡിയോസ് ഇടാത്തത്. ഇന്ന് നമ്മളൊരു മേക്കപ്പ് ട്യൂട്ടോറിയലാണ്, പക്ഷേ ഫുൾ ഓൺ മേക്കപ്പ് ട്യൂട്ടോറിയൽ അല്ല കേട്ടോ. എന്നാലും നമുക്ക് ഓൾറെഡി നമ്മളുടെ ട്യൂട്ടോറിയൽ കണ്ടവർക്ക് ഇത് പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഐ മേക്കപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഐ മേക്കപ്പിൻ്റെ ക്ലിപ്സൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ ഫേസ് വന്നിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് പാക്കിൻ്റെ ഫൗണ്ടേഷൻ വെച്ചിട്ടാണ് കേട്ടോ. നമുക്കൊരു മിനിമൽ കവറേജ് മതി എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് മേക്കപ്പ് ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു മിനിമൽ കവറേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഇത് ആക്ച്വലി വെഡ്ഡിങ്ങോ റിസപ്ഷനോ അങ്ങനത്തെ ഒരു പരിപാടിയല്ല, ഇതൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ആ ഒരു രീതിക്കാണ് നമ്മളിതെല്ലാം സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ആളുടെ ഫേസ് ഒരു ചബ്ബി ഫേസ് ആയതുകൊണ്ട് തന്നെ ആൾ സ്പെഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് കോണ്ടോർ ചെയ്യണമെന്ന്, ലേറ്റായിട്ട് കോണ്ടോർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നോർമലി നമ്മുടെ ബ്രൈഡ്സിനൊന്നും കോണ്ടോർ ചെയ്ത് കൊടുക്കാറില്ല, കാരണം അതിൻ്റെ ഫേസിൻ്റെ ഫീച്ചേഴ്സ് മാറിയതുപോലെ ഫീൽ ആവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കമ്പൽസറി പറയുന്നവർക്ക് മാത്രമേ നമ്മൾ കോണ്ടോർ ചെയ്യാറുള്ളൂ. അപ്പം ആൾ പറഞ്ഞതുകൊണ്ട് നമ്മൾ ചെയ്ത് കൊടുത്തു എന്ന് മാത്രം. അതിനുശേഷം നമ്മൾ അൺഡ്രൈസ് ചെയ്യാണ് കേട്ടോ. നമ്മൾ ബേസ് കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം അൺഡ്രൈസ് ചെയ്യാനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് പാക്കിൻ്റെ ജെൽ ഐലൈനർ വെച്ചിട്ട് ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ട് വാട്ടർ ലൈനിൽ. അപ്പോൾ തന്നെ ആളുടെ കണ്ണിൽ ഫുള്ള് വെള്ളം വരാൻ തുടങ്ങി. അപ്പോൾ നമ്മളങ്ങനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. ചെറുതായിട്ടൊന്ന് ലൈനർ വെച്ചിട്ട് ഒരു ലൈൻ ഡ്രോ ചെയ്തതിന് ശേഷം നമ്മൾ മേലത്തെ എന്ത് ഐ ഷാഡോ ആണോ യൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഡാർക്ക് കളർ വെച്ച് ഫസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കിന്നിന് ചേരുന്ന ഒരു കളർ വെച്ചിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഒരു നാച്ചുറൽ ഫിനിഷ് ആയിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അൺഡ്രൈസൊക്കെ കവർ ചെയ്തതിന് ശേഷമാണല്ലോ നമ്മൾ മേക്കപ്പ് ചെയ്യുക, ബേസൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു പെയിൽ ഫേസ് ആയിരിക്കും. അൺഡ്രൈസിൽ ഇങ്ങനെ ഐ ഷാഡോ ഒന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു ഉറങ്ങി എണിച്ചൊരു ഒരു ഫീലായിരിക്കും കേട്ടോ നമുക്ക് കാണാനായിട്ട്. അതുകൊണ്ടാണ് നമ്മളിത് പ്രത്യേകം സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ബ്ലഷ് യൂസ് ചെയ്തിട്ടുണ്ട്. റെവല്യൂഷൻ്റെ ബ്ലഷാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അത് നമ്മുടെ സ്പഞ്ചിൻ്റെ നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്ത ഭാഗത്തിൻ്റെ മീൻസ് ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാക്കിൻ്റെ ഹൈലൈറ്ററാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ആക്ച്വലി ഈ ഷൂട്ട് വന്നിട്ട് വെള്ളത്തിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്തായാലും അങ്ങനെ ഒരു വാട്ടർ പ്രൂഫ് മേക്കപ്പ് ആ ഒരു രീതിക്ക് ചെയ്തതല്ല. കാരണം പ്ലാൻ എങ്ങനെയാണെന്നറിയില്ല, നമ്മൾ കവയിലാണ് ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിലും ഷൂട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലിയാണ് ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം നമ്മളൊരു ലിപ് ലൈനർ വെച്ചിട്ട് ലിപ്പ് നന്നായിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലൈൻ മാത്രമല്ല ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഷെയ്ഡ് തന്നെ ആളുടെ ഫേസിന് ആപ്റ്റായിരുന്നു, ആ ഒരു ലുക്കിന് അത് പെർഫെക്റ്റ് ആയിരുന്നു, കാണുന്നുണ്ടല്ലോ. പക്ഷേ അതൊന്ന് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഏകദേശം സെറ്റാകുന്ന ഒരു പിങ്കിഷ് ന്യൂഡ് ലിക്വിഡ് ലിപ്സ്റ്റിക്കും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ടും ആൾക്ക് സ്യൂട്ടബിൾ ആയിരുന്നു. നമുക്ക് ലാസ്റ്റിങ് വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ടും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു ഷൂട്ട് എന്ന് പറയുന്നത് ഇത് കുറേ ആയിട്ടോ നമ്മൾ ചെയ്തിട്ട്, ഇപ്പോഴാണ് ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് ഗാലറി കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയി. ബ്ലഷ് ഇട്ടു, ഹൈലൈറ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ മസ്കാര ഇടുകയാണ് കേട്ടോ. അതായത് മസ്കാര മേലത്തെ ലാഷസിലും അതുപോലെ ലോവർ ലാഷസിലും നന്നായി അപ്ലൈ ചെയ്യുക. ഈ ലോവർ ലാഷസിൽ കൊടുക്കുന്നത് കൂടുതലും സ്മഡ്ജ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. നമ്മളിങ്ങനെ എത്ര നേരം അവരുടെ അടുത്ത് ഇങ്ങനെ മേലെ നോക്കി ഇരിക്കാൻ പറഞ്ഞാലും പെട്ടെന്ന് അവർ കണ്ണ് താഴ്ത്തും, താഴെ നോക്കി ഇരിക്കാറുണ്ട്. അപ്പോൾ ചെറിയ ഓണ്ടുള്ള മസ്കാര യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതിനുശേഷം നമ്മൾ കാജൽ വെച്ചിട്ട് ഒന്നും കൂടെ ഡ്രോ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഡാർക്ക് ഐസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അതിനുശേഷം സെറ്റിംഗ് സ്പ്രേ, ഇവിടെ ഷുഗറിൻ്റെ സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. നോർമലി നമ്മൾ ബ്രൈറ്റ്സിന് യൂസ് ചെയ്യുന്നത് പാക്കിൻ്റെ സെറ്റിംഗ് സ്പ്രേ ആയിരിക്കും. ഇത് ഷൂട്ടാണല്ലോ, അപ്പോൾ നമ്മൾ അതിന് ഷുഗറിൻ്റെ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കഴുത്തിൽ നമ്മൾ നന്നായിട്ട് ഹൈലൈറ്റർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഔട്ട്ഫിറ്റ് വന്നിട്ട് ഇതൊരു എന്താ പറയുക, ഷൂട്ടായത് കൊണ്ട് തന്നെ ഒരു ഡീപ്പർ നെക്കുള്ള ബ്ലൗസും ഈ ഒരു സെറ്റ് സാരി എന്ന് പറയുന്നത് ഓൺലൈനിൽ നിന്നാണ് ആൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഷൂട്ടിൽ ഒരു ഫോട്ടോഗ്രാഫറിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഷൂട്ടാണ് കേട്ടോ. അപ്പം സാരി എടുത്തു കൊടുത്തു. സാരി നമ്മൾ റിവേഴ്സ് ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ നോർമലി സാരി ഡ്രേപ്പ് ചെയ്യുന്ന പോലെ ചെയ്ത് എല്ലാ സ്റ്റെപ്പും നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ തന്നെയാണ്. പ്ലീറ്റ് എടുക്കുന്നതും നോർമലി ചെയ്യുന്നത് പോലെയാണ്. പക്ഷേ ഈ ബാക്കിൽ പല്ലു പ്ലീറ്റ് വന്നിട്ട് നേരെ ഓപ്പോസിറ്റിക്ക് ഇട്ട് സെറ്റ് ചെയ്യുന്നു എന്ന് മാത്രം. അതിനുശേഷം നമ്മൾ ഓർണമെൻറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കുറേ ഓർണമെൻറ്റ്സ് ഇങ്ങനെ ഡിഫറെൻ്റായി ട്രൈ ചെയ്തു കേട്ടോ. ഇത് നന്നായിട്ടുണ്ടായിരുന്നു, പക്ഷേ കുറച്ച് ഓവറായ പോലൊരു ഫീൽ ഉള്ളത് കൊണ്ട് തന്നെ ഒരു മിനിമൽ ആയിട്ടുള്ള ഒരു ജ്വല്ലറി വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് കേട്ടോ ആളുടെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. നല്ല ഗ്ലോ ഇല്ലേ, നന്നായി ഉണ്ടായിരുന്നു കേട്ടോ. ആളുടെ ഫേസിന് അത് സെറ്റായിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഷോപ്പിൻ്റെ ഉള്ളിൽ അത്ര ലൈറ്റിനിങ് പോരായിരുന്നു. ഔട്ട്ഡോറിലുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു.
ഷൂട്ട് നമ്മൾ ഷോപ്പിൽ വെച്ചായതുകൊണ്ട് തന്നെ കോംപ്ലക്സ് നിന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ആൾക്ക് ഭയങ്കര മടിയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഷർട്ട് ഇട്ട് കൊടുത്തിട്ടാണ് ആൾ കാറിൽ പോയത്. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് പാടത്ത് പണിക്ക് പോകുന്ന പോലെയാണ് ആൾ ഷൂട്ടിന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.